ഹായ് ഗായ്സ്, ജസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാധാരണ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് തോന്നി. ഷോർട്ട് വീഡിയോയ്ക്കകത്ത് നിൽക്കത്തില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എനിക്ക് അനുമോളെക്കുറിച്ചാണ് പറയാനുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ അനുമോളെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ് അല്ലേ. അപ്പോൾ ഈ നെവിൻ പുറത്തു പോകുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരും വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നെവിനെ അവിടെ നിർത്തിയിരിക്കുന്നു. പുറത്തെ വോട്ട് കൊണ്ടാണോ ഇനി ബിഗ് ബോസിൻ്റെ താല്പര്യം കൊണ്ടോ എന്തു തന്നെയായാലും നെവിൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ എവിക്ഷൻ പീരീഡിലും അവൻ പുറത്തു പോയില്ല. ആ ഒരു സത്യം അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്നവരും കുറച്ച് തവണ വന്നവർ എല്ലാവർക്കും ബിഗ് ബോസ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം നെവിനും അനുമോൾക്കും 25 മുട്ട എങ്ങോട്ടാണ് കിട്ടിയത്, അനീഷിന് പാല്. അപ്പോൾ ഈ മുട്ടയും പാലും എല്ലാം കൊണ്ട് ഇവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെവിൻ അങ്ങോട്ട് ചെന്ന് അനുമോളെ കിട്ടിയ 25 മുട്ടയിൽ ഒരു മുട്ട എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടടാ, ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ പോവാൻ നിൻ്റെ പെർമിഷൻ വേണം. അനുമോൾ പറഞ്ഞു നീ എടുത്ത് കഴിച്ചോ, ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ 25 മുട്ടയും പാലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നെവിൻ ഇരിക്കാൻ പൊറുതി ഉണ്ടോ? ഒരെണ്ണമെങ്കിലും അതിൽ നിന്ന് എടുത്ത് കഴിച്ചാലേ ആൾക്കൊരു തൃപ്തി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുട്ട എടുത്ത് ഓംലെറ്റ് അടിച്ച് കഴിക്കണം. അതാണ് പുള്ളിക്ക് അപ്പോഴത്തെ ആവശ്യം. അനുമോൾ പറഞ്ഞ് ഫ്രിഡ്ജിലിരിക്കുന്നു, നീ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞ് ആശാൻ പോയി ചെന്ന് ഒരു മുട്ട എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നു. അപ്പോഴത്തേക്കും അക്ബർ അങ്ങോട്ട് വന്ന് ഫുഡിൻ്റെ കാര്യം എന്തോ ചോദിക്കുമ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, നീ വേണമെങ്കിൽ പോയി എടുത്ത് കഴിക്കോ എടുക്കോ എന്തോ ചെയ്തോ എന്നുള്ളൊരു മറുപടി കൊടുക്കുന്നു. അതായത് പുറമേ അക്ബറിനോട് മിണ്ടെന്ന് പറയുന്നൊക്കെ ഉണ്ടെങ്കിലും നെവിൻ്റെ ഉള്ളിലൊരു ആന്തലുണ്ട്. കാരണം അക്ബറിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരായിട്ട് പുറത്തു പോകുന്നു. ഇനി അക്ബറിൻ്റെ കൂടെ എങ്ങാനും കൂടിയിട്ട് നെവിൻ പുറത്തു പോകുമെന്നുള്ള ഒരു ചിന്ത ഉള്ളിലുള്ളത് കാരണം അക്ബറിനോട് സംസാരിക്കുന്നെങ്കിലും ഒരു കയ്യകലത്തിലാണ് നെവിൻ്റെ നിപ്പും പറച്ചിലുമൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മുട്ട എവിടെയെന്ന് അനുമോളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും ഈ നെവിനെ കൊണ്ട് ഏറ്റ ഉപദ്രവം കാരണം അവനോട് മറുപടി പറയാതിരിക്കാമായിരുന്നു. അത് അനുമോളുടെ സ്വാതന്ത്ര്യം. പക്ഷെ അനുമോളുടെ സംസ്കാരം അതിനനുവദിക്കില്ലല്ലോ. അനുമോൾ എന്ത് ചെയ്തു? നീ പോയെടുത്ത് കഴിച്ചോടാ, ഫ്രിഡ്ജിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അനുമോൾക്ക് വേണമെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരേക്കും നെവിനോട് സംസാരിക്കാതിരിക്കാം, പ്രതികരിക്കാം. പക്ഷേ അനുമോൾ അങ്ങനെയാണ്. ഒരാളോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീണ്ട ദൂരം അവരോട് വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തില്ല. അനുമോൾക്ക് പറയാനുള്ളത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അനുമോൾ ഇന്ന് ഭയങ്കര സ്നേഹത്തിൽ മിണ്ടും കൂട്ടാകും. അതൊരു നല്ല ക്വാളിറ്റിയാണ് അനുമോളുടെ. കാരണം വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തിയാൽ പല പല പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടിടും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടെന്നോണം അനുമോൾ നെവിനോടും വളരെ മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നെവിൻ ഇടയ്ക്കിടയ്ക്ക് അനുമോളെ ചൊറിയുന്നുണ്ട്. പക്ഷേ അതൊക്കെ അനുമോൾ കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്നു. അനുമോളെ ആശ്വസിപ്പിക്കുന്നു. കാരണം നെവിന് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, ഈ പൈസ ഒന്നും ഈ എന്തോ ഒരു പണപ്പെട്ടി അതൊന്നും നെവിന് കിട്ടത്തില്ല. അപ്പം നെവിൻ അതിൻ്റെ ഒരു വിഷമം പുറത്ത് കാണിച്ച് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ആശ്വസിപ്പിക്കുന്നു, നീ ടോപ്പ് 5 വരുവടാ, നീ വിഷമിക്കണ്ട, ടോപ്പ് 5 നീ അർഹനാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം അനുമോൾക്കില്ലെങ്കിൽ പോലും ഒരാളുടെ വിഷമത്തിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി അല്ലേ. അനുമോൾ അത് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രേക്ഷകർക്ക് പോലും സഹിക്കുന്നില്ലേ ഈ അനുമോൾ ഇത്ര സ്നേഹത്തോടെ നെവിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അനുമോൾ അടുക്കള ഭരിക്കുന്നു, അനുമോൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഒക്കെ പറയുമ്പോഴും ഈ ഭക്ഷണം കയറി എല്ലാവർക്കും
ഉണ്ടാക്കി അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിനും കൂടെ ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. എല്ലാവരും മനസ്സില്ല മനസ്സോടെയാണ് ജോലി എടുക്കുന്നത്. കാരണം ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കണം, പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കണം. ജോലി എടുക്കാൻ പൊതുവെ എല്ലാവർക്കും ഒരു മടി. പക്ഷെ ചെയ്തല്ലേ പറ്റൂ, അവിടുത്തെ നിയമം പാലിച്ചല്ലേ പറ്റൂ. അനുമോള് ചെയ്യുന്നത് ഭക്ഷണം ഒരുപോലെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അത് വിളമ്പാൻ അതിനൊരു സ്വാതന്ത്ര്യം അങ്ങോട്ട് കൊടുക്കണ്ടേ. എനിക്ക് കറി കുറച്ച് കിട്ടി, എനിക്ക് അത് കുറച്ച് കിട്ടിയേ ഉള്ളൂ, ഇത് കുറച്ച്. വിളമ്പുന്ന ആൾക്ക് ഒരു സ്പേസ് കൊടുക്കണ്ടേ. എല്ലാ പാത്രങ്ങളിലും വിളമ്പി അനുമോള് എത്തിക്കണ്ടേ. അത് അനുമോള് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് സമ്മതിക്കുന്നില്ല. ഒരാൾക്ക് വിളമ്പിയപ്പോൾ ഒരു കറി ഇച്ചിരി കൂടുതലായി പോയെങ്കിൽ അടുത്തത് പരിഹരിക്കുക. അനുമോൾ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കും. കാരണം കഴിച്ചിട്ട് ആർക്കെങ്കിലും തികയാതെ വന്നാൽ രണ്ടാമത് ഇച്ചിരി ചോദിച്ചാൽ അവർക്ക് കൊടുക്കണ്ടേ. അത് വീട്ടുകാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീക്കേ അതിന് കഴിയുള്ളൂ. അത് അനുമോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുമോൾ മാറ്റി വയ്ക്കുമ്പോൾ അതിനെ അങ്ങ് ശല്യപ്പെടുത്തുക. മാറ്റി വയ്ക്കണ്ട, എല്ലാം ഇപ്പം തന്നെ വിളമ്പെന്ന്. അപ്പോൾ ഈ ആദിലയും അനുമോള നന്മ മരം കളിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഭയങ്കര വൾഗറായിട്ട് ഈ ആദില സംസാരിക്കുന്നുണ്ട് അനുമോളോട്. ഈ അനുമോളാണെങ്കിൽ എത്ര ആദില അധിക്ഷേപിച്ചാലും വീണ്ടും ചെന്ന് അവരോടൊപ്പം കൂടിയിരുന്ന് അവരൊട്ടിയിരുന്ന് അങ്ങ് സംസാരിക്കും. അവർക്കാണെങ്കിൽ അനുമോൾ എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ സ്നേഹം നടിക്കുകയും അവർക്ക് പറയാനുള്ളപ്പോൾ പറയുകയും ചെയ്യുന്ന അനുമോൾ മനസ്സ് മുഴുവൻ ഇവർക്ക് കൊടുത്താണ് അനുമോൾ ഇവരോട് സ്നേഹം കാണിക്കുന്നത്. ആ പെൺപിള്ളേർക്ക് ആ സ്നേഹം തിരിച്ചില്ല. അനുമോൾ ഇനിയും തിരിച്ചറിയാനിരിക്കുന്നു. അനുമോളോട് സ്നേഹം കാണിച്ചിട്ട് അനുമോളെ അവസരം വരുമ്പം ഇട്ട് ചവിട്ടുന്നവരോട് തിരിച്ച് അനുമോൾ വൈരാഗ്യം കാണിച്ചില്ലെങ്കിൽ അനുമോൾ ഒരു പരിധി വിട്ട് അവരോട് അടുക്കാതിരിക്കുന്നതായിരിക്കും അനുമോൾക്ക് നല്ലത്. പിന്നെന്താണെന്ന് വെച്ചാൽ അനുമോൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി കയറി ഫുഡ് ഉണ്ടാക്കട്ടെ. അനുമോൾ മാന്യമായിട്ട് അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പം അത് താല്പര്യമില്ലാത്ത അതിലുൾപ്പെടെയുള്ളവർ നന്നായിട്ട് കയറി ഫുഡ് ഉണ്ടാക്കിട്ട് അനുമോൾ മാറിക്കൊടുക്കുക. ഞാൻ അതാണ് പറയണത്. അനുമോൾ അങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അനുമോൾ ആ സമയത്ത് പറയണം, എന്നാൽ നിങ്ങൾ കയറി ഉണ്ടാക്കി, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ സഹായിക്കാം, നിങ്ങൾ കയറി ഉണ്ടാക്കി നിങ്ങൾ വിളമ്പിക്കോ എന്ന് പറയണം അനുമോളെ. അനുമോൾ അത് ചെയ്യാതെ എല്ലാവർക്കും ഒരുപോലെ വിളമ്പി കൊടുക്കാൻ നിൽക്കും തോറും അനുമോൾ ഇങ്ങനെ എല്ലാവരുടെ വായിലിരിക്കുന്നതും കേട്ട് വിഷമിച്ച് പിന്നെ കരയേണ്ടി വരും. കുറച്ചൊക്കെ സ്ട്രോങ് ആകണം. എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാൽ ഇവരെയൊക്കെ കണ്ടോ, അവർക്ക് കരയേണ്ടി വന്നാൽ പോലും അവർ കരയാതെ പിടിച്ച് നിന്നിട്ട് അവർ സംസാരിച്ച് അതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കും. അതിന് അനുമോൾ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത്രയും ദ്രോഹിച്ച് കിടക്കുന്ന ബെഡിൽ വെള്ളം കോരി ഒഴിച്ച് ഒരാൾക്ക് ആ വെള്ളത്തിൽ ചവിട്ടി നിൽക്കാൻ പാകത്തില്ല. ആ ബെഡിൽ വെള്ളം അങ്ങനെ ചവിട്ടി നിന്ന അനുമോൾക്ക് എങ്ങനെ ഈ നെവിനോട് സംസാരിക്കാൻ കഴിയുന്നു? അനുമോൾക്ക് മാത്രമേ അത് കഴിയൂ. മറ്റൊരാൾക്കും ഇങ്ങനെ നെവിനോട് ഇടപെടാൻ കഴിയത്തില്ല. നെവിനെ നീ അനുമോളെ മനസ്സിലാക്കൂ. നീ എപ്പോഴും അനുമോളെ എങ്ങനെ പുറത്താക്കണമെന്ന് വിചാരിച്ച് പിന്നെ എപ്പോഴും നെവിൻ പറയുന്നുണ്ടല്ലോ, ഞാൻ വെറും കൂറയാണ്, ഞാൻ കുത്തിക്കീറും, ഞാൻ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെ നീ പറയുന്നതൊക്കെ ഈ അനുമോൾക്ക് തട്ടാൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇത്രയും ദ്രോഹിച്ച നിന്നോട് അനുമോൾ എത്ര സ്നേഹത്തോടെ സംസാരിച്ചു, അല്ലെങ്കിൽ അവിടെ ഓരോരുത്തരോടും അനുമോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതൊന്ന് മനസ്സിലാക്കി. നിങ്ങൾ അനുമോളെ തള്ളി പറയുമ്പോഴും അനുമോൾ നിങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാതെ എന്തൊക്കെ പറഞ്ഞാലും നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അതൊക്കെ വാരി വെട്ടി വിഴുങ്ങാനായിട്ട് എല്ലാവരും ഭയങ്കര ഉത്സാഹവും അടിയും തള്ളും വഴക്കും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി തരുന്ന ആ കൊച്ചിനോട് എന്തിനാണ് ഇത്ര വൈരാഗ്യം കാണിക്കുന്നത്? നെവിൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഇത്ര അടുപ്പവും സ്നേഹവും കാണിക്കാൻ അനുമോൾക്കല്ലാതെ ആർക്കും കഴിയില്ല ഗേസ്. എനിക്ക് ആ ഒരു രംഗം എന്നെ മനസ്സിനെ വല്ലാതെ ഇത് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അനുമോൾക്കേ അതിന് കഴിയൂ നെവിൻ. അല്ലാതെ ഒരു മനുഷ്യർക്കും നെവിനോട് ഇത്ര സ്നേഹത്തിൽ മിണ്ടാൻ കഴിയില്ല. മനസ്സിലാക്കൂ താങ്കൾ.